അവൻ ഇത്രയും പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് വെറുതെ ആലുമൂട്ടുകാരോടൊരു പ്രശ്നത്തിന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അവൻ വന്ന് സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാം. ഡെറിക്ക് പറഞ്ഞു. ഇനി എന്താടാ ഞാൻ അവനോട് സംസാരിക്കേണ്ടത്? ഇന്ന് കമ്മിറ്റിക്കാരുടെ മുൻപിൽ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത നിലയിലായിരിക്കും ഞാൻ ഇരിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ അവരോടൊക്കെ എന്താ പറയേണ്ടതെന്നും കൂടി നീ എനിക്കൊന്ന് പറഞ്ഞതാ. ദേഷ്യത്തോടെ മകൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺ പറഞ്ഞു. എനിക്ക് മനസ്സിലാവാത്തത് എല്ലാവരും അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാത്തിനാണെന്നാ. നിന്റെ അമ്മച്ചയുടെ സ്വഭാവം നിനക്കും തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് മുറ്റത്ത് ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ ഉടനെ തന്നെ അവിടേക്ക് പോയതും. മുറ്റത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ജീപ്പിൻ്റെ കീ ഒരു കയ്യിലിട്ട് കറക്കി ഡേവിഡ് അകത്തേക്ക് കയറി വന്നതും എൽസിയുടെയും റോസ്മിയുടെയും മുഖം വിടർന്നിരുന്നു. അവനെ കണ്ടപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. കറക്റ്റ് സമയത്താണല്ലോ ഞാൻ വന്നത്. എല്ലാവരും കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഞാനും ഒന്ന് കുളിച്ചു വരാം, കഴിക്കാം, അവൻ അവരെല്ലാവരോടുമായി പറഞ്ഞു. കൊച്ചേ, കുഴമ്പെടുത്തോണ്ട് വാ, തോളിനൊക്കെ നല്ല വേദന. റോസ്മിയോട് അവൻ പറഞ്ഞതും അവൾ സമ്മതപൂർവ്വം അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. എന്നാടാ, പോലീസുകാരുടെ കയ്യിൽ നിന്ന് നല്ല കനത്തി കിട്ടിയെന്ന് തോന്നുന്നു? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡെറിക്ക് ചോദിച്ചു. ഒന്ന് പോയേ ഇജായ, എന്നെ തൊടണമെങ്കിൽ അതിനിത്തിരി വിയർക്കും. ഇത് കൊടുത്ത കൂട്ടത്തിൽ എൻ്റെ കയ്യിൽ എവിടെയോ ഒരു ഉളുക്ക് വീണതാ. കയ്യൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. ഒരു നിമിഷം ദേഷ്യത്തോടെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കി കസേരയും നീക്കി ജോൺ അകത്തേക്ക് പോയിരുന്നു. എല്ലാവരും അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്. അവൻ്റെ മുഖത്ത് അപ്പോഴും ഒരു കള്ളച്ചിരിയാണ്. റോസ കൊച്ചെ, കേറി വാടി, ഞാൻ മുറിയിലുണ്ടാകും, അവൻ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെ മുകളിലേക്ക് കയറിപ്പോയി. കണ്ടോ അവൻ്റെ അഹങ്കാരം എന്ന രീതിയിൽ സോനയൊന്ന് ഭർത്താവിനെ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളെ നോക്കി കണ്ണുകൂർപ്പിച്ചു. അവൾക്ക് അവൻ്റെ ആ പ്രവൃത്തി ഇഷ്ടമായില്ല. അപ്പോഴേക്കും ഒരു കിണ്ണത്തിൽ കുഴമ്പും കൊണ്ട് റോസ്മി അവൻ പോയ വഴിയെ പുറകെ പോകുന്നുണ്ടായിരുന്നു. അവൾ മുറിയിലേക്ക് എത്തിയപ്പോൾ അവൻ ഷർട്ട് പകുതി ഊരി തുടങ്ങി. ഇന്നർ ബനിയൻ കാണാവുന്ന തരത്തിൽ ഷർട്ട് ഇട്ടിട്ടുണ്ട്. എന്നതാടി, താഴത്തെ സദസ്സിൽ എന്നെ റോസ്റ്റ് ചെയ്ത് തിന്ന് ആരൊക്കെയാ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അത് ചോദിച്ചവൻ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നാകെ തുറക്കാൻ തുടങ്ങി. കഷ്ടമുണ്ട് ഇച്ചായ, അമ്മച്ചി എപ്പോൾ തുടങ്ങിയ കരച്ചിലാണെന്ന് അറിയാമോ? പോലീസുകാർ ഇവിടെ ഇച്ചായനെയും പിടിച്ചു വലിച്ചു പോയ സമയം തൊട്ട് തുടങ്ങിയതാ. പിടിച്ചു വലിച്ചോ? മാന്യമായിട്ടല്ലേടി ഞാൻ പോയത്? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എന്നാത്തിനാ ഇച്ചായ ഇങ്ങനെ ആവശ്യമില്ലാതെ തല്ലും പിടിയും ഒക്കെ ഉണ്ടാക്കുന്നത്? അമ്മച്ചി അപ്പച്ചനും ഒക്കെ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ? അപ്പച്ചൻ ഇപ്പം തന്നെ കമ്മിറ്റിക്കാരുടെ അടുത്തേക്ക് പോവുകയാണെന്നാ പറയുന്നത്. ഇനി ഇവിടുന്നൊരു പ്രശ്നം ഉണ്ടാവുകയില്ലെന്ന് കഴിഞ്ഞ ഞായറാഴ്ച അച്ഛന് വാക്ക് കൊടുത്തതാ. ഇനിയിപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അപ്പച്ചന് വലിയ നാണക്കേടായി. എടി, നിനക്ക് തോന്നുന്നുണ്ടോ ഇച്ചായൻ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്രശ്നത്തിന് പോകുമെന്ന്? നമ്മുടെ ആൽബിൻ്റെ പെങ്ങള്, നിന്റെ പ്രായമുള്ളൊരു പെങ്കൊച്ച്, അവളെ സമാധാനം കൊടുക്കാതെ ശല്യം ചെയ്തപ്പോൾ വേറെ മാർഗമില്ലാതെ ഞാൻ ചെയ്തു പോയതാ. ഇപ്പം നിന്നെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ആർക്കെങ്കിലും വാക്ക് കൊടുത്തു എന്നും പറഞ്ഞ് ഞാനിവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കുമോ? അതേപോലെ തന്നെയുള്ളൂ ഇതും. പിന്നെ അടി തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പഴയ കുറച്ചും കൂടി തീർത്തു. അപ്പച്ചനോട് ഞാൻ പറഞ്ഞോളാം. അച്ഛന് പോയി വാക്ക് കൊടുത്ത കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല, അവൻ അലസമായി പറഞ്ഞുകൊണ്ട് ഒരു തോളിലുള്ള ഷർട്ട് ഊരി. നന്നായിട്ടൊന്ന് തിരുമ്മി തന്നേ, നല്ലൊരു ഉളുക്കാ വീണിരിക്കുന്നത്. 2-3 കാടമുട്ട കൂടി പുഴുങ്ങിയെടുക്ക്, അന്നേരം സെറ്റായിക്കോളും, അവൻ മീശയൊന്ന് വിടർത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ കയ്യിലെ കിണ്ണത്തിൽ നിന്നും ഒരല്പം കുഴമ്പെടുത്ത് അവൻ്റെ തോളിൽ നന്നായി തിരുമാൻ തുടങ്ങി. അടുത്ത ആഴ്ചയല്ലേ നിനക്ക് കോളേജിൽ പോകേണ്ടത്? അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. നാളെയോ മറ്റേന്നാളോ റെഡി ആയിക്കോ. ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് ഒരുമിച്ച് ടൗണിൽ പോയി വാങ്ങിക്കാം. അതിന് ഇച്ചായന് വൈകുന്നേരം എപ്പോഴാ നേരം? രാത്രിയിൽ ഇച്ചായൻ ബോധത്തോടെ വന്നിട്ട് 3 ആഴ്ച കഴിഞ്ഞു. എപ്പോഴാ വന്ന് കിടക്കുന്നതെന്ന് പോലും ഞാൻ അറിയുന്നില്ല. രാവിലെ വണ്ടി അവിടെ കിടക്കുമ്പോഴാണ് അറിയുന്നത്. വിളവെടുപ്പായോണ്ടല്ലേടി. രാത്രിയിലെ വിളവെടുപ്പ് സമയത്ത് അവിടെ നിന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ആ സമയത്ത് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു നോർമൽ മനുഷ്യൻ 2 അടിക്കും. ഈ തണുപ്പിൻ്റെ ഇടയിൽ നിന്ന് പോകണ്ടേ? അതൊക്കെ ഞാനും ചെയ്തിട്ടുള്ളൂ, അവൻ പറഞ്ഞു.
രണ്ടെണ്ണം അടിച്ചിട്ടാണോ മിനിഞ്ഞാന്ന് കാല് കൊഴിഞ്ഞ് വീഴാൻ പോയതും അമ്മച്ചി വന്ന് പിടിച്ച് മുറി കൊണ്ടുപോയി കിടത്തിയതും? അവൾ അവൻ്റെ കയ്യിൽ ഞൊട്ട വിട്ടുകൊണ്ട് ചോദിച്ചു. അങ്ങനെയൊരു സംഭവം നടന്നോ? അവൻ അറിയാത്തതുപോലെ അവളോട് ചോദിച്ചു. ഇതാ പറഞ്ഞത്, ഇച്ചായും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന്. എന്തായാലും വിളവെടുപ്പ് കഴിഞ്ഞില്ലേ കൊച്ചേ, ഇനിയിപ്പം ഞാൻ നേരത്തെ ഇങ്ങ് വരും. എനിക്കായി നേരത്തെ വരണ്ട. ഈ പ്രാവശ്യം ഉടനെയൊന്നും എനിക്ക് കോളേജിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവൾ നിരാശയോടെ പറഞ്ഞു. അതെന്നാ പറ്റി? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഡയാന ചേച്ചി വരുന്നുണ്ട്, രണ്ടാമത് പ്രഗ്നൻ്റ് ആണ്. അപ്പം അമ്മച്ചിയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ, ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഒരു 3 മാസം കൂടി കഴിഞ്ഞ് പ്രൈവറ്റായിട്ട് പഠിക്കാമെന്നാണ് അമ്മച്ചി പറയുന്നത്. അമ്മച്ചി നിന്നോട് പറഞ്ഞു അങ്ങനെ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? ഞാൻ എന്നാ പറയാനാ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പ്രസവം കഴിഞ്ഞ് പോകാൻ ഇനി എടുക്കും 3 മാസം. അത് കഴിഞ്ഞ് കൊച്ചിനെ വളർത്തി ഇവിടെ എല്ലാവരും കൂടി പോകാൻ ഒരു 6 മാസമെങ്കിലും എന്തായാലും എടുക്കും. അത് കഴിഞ്ഞ് നീ എപ്പോൾ പോയി പഠിക്കാനാ? ഇപ്പം തന്നെ 20 വയസ്സാവാറായി. 2 കൊല്ലം പോയത് നീ അങ്ങ് മറന്നുപോയോ? അന്ന് ഡെയ്സി ചേച്ചിയുടെ പ്രസവവും ഡയാനയുടെ കല്യാണവുമായിരുന്നു. ഇനി ഡയാനയുടെ പ്രസവം. ഇവരുടെയൊക്കെ പ്രസവം കഴിയാൻ വേണ്ടി നീ കാത്തു നിൽക്കുവാണോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ ഒരു വാടിയെങ്കിലും പുഞ്ചിരി അവന് സമ്മാനിച്ചു. അമ്മച്ചിക്കൊരു സഹായത്തിന് ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ. പൈസ കൊടുത്ത ഒരാളെ നിർത്താൻ പറ്റുകയില്ല. കുരിശിങ്കലെ ജോണിയുടെ കയ്യിൽ അത്രയ്ക്കങ്ങ് പൈസ കുറഞ്ഞിരിക്കുവാണോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. ഇച്ചായൻ ചോദിക്കുന്ന പോലെ ചോദിക്കാനും എനിക്കറിയത്തില്ല. ഇതപ്പച്ചൻ അറിഞ്ഞോ? ഞാനായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോളാം. അയ്യോ വേണ്ടി ചായ, ഇക്കാര്യം പറഞ്ഞ അമ്മച്ചി വിചാരിക്കത്തില്ലേ ഞാനത് ഇച്ചായനോട് പറഞ്ഞുവെന്ന്? അങ്ങോട്ട് വിചാരിക്കട്ടെ. എത്രാമത്തെ തവണയാ നിന്നെ ഇങ്ങനെ കോളേജിൽ വിടാതെ ഇവിടെ തന്നെ വച്ചുകൊണ്ടിരിക്കുന്നത്? +2 കഴിഞ്ഞ് നിനക്ക് പഠിക്കണ്ടേ? ഞാൻ അപ്പച്ചനോടൊന്ന് സംസാരിക്കാം. ഇതൊന്നും പറയണ്ട. അമ്മച്ചിയോ വല്ലോ അറിഞ്ഞാ? ഓർമ്മ വെച്ച കാലം മുതലേ അമ്മച്ചീന്നും അപ്പച്ചാന്നും ഒക്കെ വിളിച്ചിട്ടുള്ളത് ഇവിടെയുള്ള അമ്മച്ചി അപ്പച്ചനെയാണ്. എനിക്കറിയാം ഞാൻ ഇവിടുത്തെ ആരുമല്ലെന്ന്. ഏതോ ഒരു അനാഥ കൊച്ചിനെ ആരോ ഇവിടെ ഇട്ടിട്ട് പോയതല്ലേ. ആ കുഞ്ഞിനെ അനാഥാലയത്തിൽ പോലും കൊടുക്കാതെ ഇവിടെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇത്രയാക്കുമ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണ്ടേ ചായ? അമ്മച്ചി ഒരിക്കലും മനസ്സിൽ മറ്റൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരുപാട് വയ്യാഴികയുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഞാൻ നിർബന്ധമായിട്ട് കോളേജിൽ പോകണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി അതിനെതിരെ നിൽക്കത്തില്ല. എതിരിട്ട് പറയാൻ ഞാൻ പഠിച്ചിട്ടുമില്ല. ഡേവി ചായനും ഇതുവരെ എന്നോട് ഈ വീട്ടിലെ കൊച്ചിനെ പോലെ അല്ലാതെ പെരുമാറിയിട്ടില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമാണ്. സോന ചേച്ചി മാത്രമാണ് ഈ വീട്ടിൽ എന്നെ വേലക്കാരി എന്ന് പോലും വിളിക്കുന്നത്. അപ്പോഴാണ് ഞാനും അത് ഓർക്കാറുള്ളത്. അവൾ പറഞ്ഞു. നീ എന്നെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത്? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? അവളുടെ തോളിലൂടെ കൈയിട്ട് അവളുടെ മുഖം വിടർത്തി പറഞ്ഞുകൊണ്ടവൻ വേഗം ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് എടുത്ത് അവളുടെ നേരെ നീട്ടി. ഇന്ന് തിരുമിയത് പോരാ, എങ്കിലും നിന്റെ ഫേവറേറ്റ് അല്ലേ ഇത്? അത് നോക്കണ്ട. അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു. ഞാൻ പോയി മുട്ട കൊണ്ടുവരാം. അവൻ ചിരിയോട് തലയാട്ടി. അവൾ ഇറങ്ങിപ്പോയതും അവൻ ആലോചിച്ചതും അവളെക്കുറിച്ച് തന്നെയാണ്. ഒരിക്കൽ കുരിശിങ്കലെ വീടിന് മുന്നിൽ ആരോ ഉപേക്ഷിച്ച് പോയൊരു കൈക്കുഞ്ഞ് രാത്രിയിൽ എസ്റ്റേറ്റിൽ പോയി തിരികെ വരുന്ന സമയത്ത് അപ്പച്ചൻ്റെ കണ്ണിലാണ് പെട്ടത്. അദ്ദേഹം ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഗേറ്റിന് മുന്നിൽ ആരോ ഉപേക്ഷിച്ച് പോയതാണെന്ന്. പള്ളിയുടെ ഓർഫനേജിൽ കൊടുക്കാമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അപ്പച്ചൻ സമ്മതിച്ചില്ല. ഇവിടെ വളർന്നോട്ടെ, ഇവിടുത്തെ കുട്ടികളുടെ ഒപ്പമെന്ന് പറഞ്ഞു. അന്നു മുതൽ ഇവിടുത്തെ കുട്ടിയാണ്. താനാണ് അവളെ പിച്ച വയ്ക്കാൻ പഠിപ്പിച്ചത്. തൻ്റെ നെഞ്ചിൽ കിടത്തിയാണ് അവളെ ഉറക്കിയിട്ടുള്ളത്. അവൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തതും ചോറ് വാരിക്കൊടുത്തതും ഒക്കെ താനായിരുന്നു. ചിലപ്പോഴൊക്കെ ഡയാനയേക്കാൾ കൂടുതൽ വാത്സല്യം അവളോട് തോന്നിയിട്ടുമുണ്ട്. ഇച്ചായൻ എന്നവൾ വിളിക്കുമ്പോൾ ഹൃദയം നിറയും. കർമ്മം കൊണ്ട് മാത്രം കൂടെപ്പിറപ്പായവൾ ഈ വീട്ടിൽ
തന്നെ ഒന്ന് നിയന്ത്രിക്കുവാനും വഴക്ക് പറയാനും അധികാരമുള്ളത് അമ്മച്ചി കഴിഞ്ഞാൽ അവൾക്കാണ്. തൻ്റെ ഇഷ്ടങ്ങളെല്ലാം അവൾക്കറിയാം. ഇവിടെയുള്ളവർ തന്നെക്കുറിച്ച് പറയുന്ന കുറ്റമെല്ലാം അവളോട് ചോദിച്ചാണ് മനസ്സിലാക്കാറുള്ളത്. ഒന്നുപോലും വിടാതെ പറഞ്ഞു തരും പെണ്ണ്. അതിനുള്ള കോഴയാണ് ഒരു ഡയറി മിൽക്ക്. അതുമാത്രമാണ് അവൾക്ക് ഇഷ്ടമുള്ളത്. തൻ്റെ കൈ തിരുമ്മി തരുന്നതും ഡ്രസ്സ് ഇസ്തിരിയിട്ട് തരുന്നതും അങ്ങനെ തൻ്റെ കാര്യങ്ങളെല്ലാം അവളാണ് നോക്കുന്നത്. പഠിക്കാനൊന്നും വലിയ കഴിവില്ലെങ്കിലും +2 വരെ അപ്പച്ചൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് കോളേജിൽ ചേർക്കാനിരുന്നപ്പോഴാണ് പിന്നെ ഡെയ്സി ചേച്ചിയെ നോക്കാൻ അമ്മച്ചിയെ കൊണ്ട് തന്നെ പറ്റുകയില്ല എന്നും പറഞ്ഞ് ആ വർഷം അവളുടെ പഠിത്തം പോയത്. പിറ്റേ വർഷം ഡയാനയുടെ കല്യാണവും വന്നു. അതിൻ്റെ തിരക്കുകളുമായി അടുത്ത കൊല്ലവും പോയി. ഇപ്പോൾ ഇതാ വീണ്ടും ഡയാനയുടെ പ്രസവമാണ് അവൾക്ക് പഠിക്കാൻ ഒരു പ്രശ്നമായി നിൽക്കുന്നത്. അതെങ്ങനെയെങ്കിലും പറഞ്ഞു മാറ്റണമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അവൻ താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം റോസ്മി നിരത്തി വെച്ചിട്ടുണ്ട്. അവൻ ആദ്യം തന്നെ അത് തുറന്നു. കാടമുട്ട റോസ്റ്റാണ് എടുത്തത്. അതിൽ നിന്ന് 3-4 എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട ഏലക്ക കൂടുതലിട്ട് വച്ചിട്ടുള്ള കട്ടൻ കാപ്പിയും എടുത്തു. കള്ളപ്പവും മട്ടൻ കറിയും കൂടി കഴിച്ചു. അതും കഴിഞ്ഞ് കൈയും കഴുകി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ചിരിപ്പുണ്ട്. ഇതുതന്നെയാണ് സംസാരിക്കാനുള്ള അവസരമെന്ന് അവന് തോന്നിയിരുന്നു. അപ്പച്ച, അവൻ വിളിച്ചതും അയാൾ ഉയർന്നൊന്ന് നോക്കി. പിന്നെ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ അയാളുടെ കയ്യിൽ കയറി പിടിച്ചത്. പറയാനുള്ളത് കേട്ടിട്ട് പൊയ്ക്കോ, എന്നിട്ട് എന്നാ വേണേലും പറഞ്ഞു. പറയാനുള്ളത് ഞാൻ കമ്മിറ്റിക്കാർ പറയുന്നത് എന്തെന്നറിഞ്ഞിട്ട് നിന്നോട് വന്ന് പറയാം. പറയാതിരിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ നേരം വൈകി. അവൻ്റെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി തൻ്റെ പജീറോയും ഓടിച്ചുകൊണ്ട് പോയിരുന്നു ജോണി. എന്തൊരു മനുഷ്യനായത്! പറയാനുള്ളത് കേൾക്കാനുള്ള സാവകാശം പോലും തന്നില്ല. എങ്ങനെ സഹിക്കുന്നു? അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ അവൻ ചോദിച്ചു. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നു അവർ. അതൊക്കെ LCയെ സോപ്പിടാൻ വേണ്ടിയുള്ള അവൻ്റെ നമ്പറുകളാണെന്ന് അവർക്കറിയാം. ആ ചെറുക്കൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? കാര്യങ്ങളൊക്കെ അമ്മച്ചിയുടെ സ്പൈ വന്ന് കൃത്യമായി പറഞ്ഞു കാണുമല്ലോ. ഞാൻ അവളോടെല്ലാം ഒന്നുപോലും വിടാതെ പറഞ്ഞായിരുന്നു. അവനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും അവന് പരാതിയില്ല, അത്രയും അറിയാം. പരാതിയും കൊണ്ട് വന്നാൽ എന്നാ സംഭവിക്കുമെന്ന് അവനറിയാം. കൈമുട്ടൊന്ന് ചുരുട്ടി അവൻ പറഞ്ഞതും അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിരുന്നു അമ്മച്ചി. നീ എന്നാടാ ഗുണ്ടയാവാൻ പോകുവാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മച്ചി ചോദിച്ചു. ഇനി എന്നെ ആവാനാ? ഇപ്പൊ തന്നെ നാട്ടുകാരെല്ലാവരും പറയുന്നത് ഞാനൊരു ഒന്നാന്തരം ഗുണ്ടയാണെന്നാ. ഇനി പ്രത്യേകിച്ച് ആവാൻ എന്തിരിക്കുന്നു? അവൻ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മച്ചി, എനിക്ക് എൻ്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണം. ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ആൽബിച്ചിനൊരു പ്രശ്നം വന്നാൽ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. ഇന്നേ വരെ ഞാൻ എവിടെയൊക്കെ തല്ലുണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ്. ചുമ്മാ ഒരു കാര്യത്തിന് ഡേവിഡ് തല വെച്ച് കൊടുക്കുകയില്ല. അത് അമ്മച്ചിക്ക് അറിയാമല്ലോ. അവൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഉടനെ തന്നെ അവർക്കുള്ള മരുന്നുമായി റോസ്മി അവിടേക്ക് വന്നു. എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ സ്വന്തം പേര് ചീത്തയാക്കിക്കൊണ്ട് അത് കാണിക്കേണ്ട കാര്യമുണ്ടോ ഡേവി? നിന്റെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്ന് അപ്പച്ചൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാ. ഒരു നല്ല പെൺകുട്ടിക്ക് ഇമാതിരി സ്വഭാവം കൊണ്ട് നടക്കുന്നവന് ആരെയും പെണ്ണു കൊടുക്കുവോ? ഞാനിപ്പോൾ അപ്പച്ചനോട് പറയുകയായിരുന്നു, നിന്റെ കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത് എന്ന്. അതാകുമ്പോൾ കുറച്ച് നന്നാവുമല്ലോ. അമ്മച്ചിയോട് ആരാ പറഞ്ഞത് കല്യാണം നടന്ന ഉടനെ അങ്ങ് നന്നാകുമെന്ന്? ഇത്രയും കാലം നിങ്ങളാരും നോക്കിയിട്ട് നന്നാവാത്ത ഞാനാണോ ഏതോ ഒരുത്തി വന്നാൽ നന്നാവാൻ പോകുന്നത്? വെറുതെ ആ പെണ്ണിൻ്റെ കണ്ണീര് കൂടി കാണാനായിട്ട് വേറെ പണിയൊന്നുമില്ലേ അമ്മച്ചി? അവൻ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓഹോ, അപ്പം നിനക്കറിയാം ആ പെൺകുട്ടിയോട് അമ്മാതിരി സ്വഭാവം തന്നെയായിരിക്കും നീ ഇനി കാണിക്കാൻ പോകുന്നതെന്ന് അല്ലേ? അത് പിന്നെ ഈ സ്വഭാവം എന്നൊക്കെ പറയുന്നത് പെട്ടെന്നങ്ങ് മാറ്റാൻ പറ്റുമോ? ഒരാൾ വന്നെന്നും പറഞ്ഞ് അതങ്ങനെ മാറത്തുമില്ല. അതൊക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയതല്ലേ അമ്മച്ചി. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ ഒന്ന് വിട്. അപ്പോഴാണ് അവിടേക്ക് ബ്രോക്കർ ജോസഫ് വരുന്നത് കണ്ടത്. ആഹാ, അമ്മച്ചി തീർത്ത് പറഞ്ഞതാണോ പെണ്ണ് നോക്കാൻ പോകുവാണെന്ന്? അവൻ ജോസഫിനെ കണ്ടുകൊണ്ട് അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് നിനക്കല്ലടാ, ഇവൾക്കാ. റോസ്മിയുടെ മുഖത്തേക്ക് നോക്കി അമ്മച്ചി അത് പറഞ്ഞതും ഞെട്ടിപ്പോയത് റോസ്മി കൂടിയാണ്. അതേപോലെ ഡേവിഡും ഞെട്ടി. ഇവൾക്കോ? അവൻ മനസ്സിലാവാതെ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി.
അതെ, ഇവൾക്ക് പ്രായം 10-20 ഇപ്പോഴെങ്കിലും നോക്കി വെച്ചാലേ അടുത്ത കൊല്ലത്തേക്ക് നടത്താൻ പറ്റൂ. അമ്മച്ചിക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കല്യാണമല്ല, നല്ലൊരു ജോലി, അതാണ് അവൾക്ക് ആവശ്യം. അതിന് ഇവളെ വല്ലതും പഠിപ്പിക്കാൻ വിടണം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കിപ്പോൾ കെട്ടണോടി? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൾ വിലങ്ങനെ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. നീ അകത്തേക്ക് കയറിപ്പോ കൊച്ചേ, ഞാൻ അങ്ങോട്ട് വരാം. അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അനുസരിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരുന്നു. എടാ, ആൺപിള്ളേര് താമസിക്കുന്ന വീടാണത്. അതിലൊരുത്തൻ കല്യാണം കഴിച്ചിട്ടുമില്ല. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ അങ്ങനെ അങ്ങ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതാരാ? ഡേവി ചോദിച്ചു. നീ തന്നെ, അല്ലാതാരാ? ഞാനോ? എന്താ, നീ ആണല്ലേ? ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മച്ചി ചോദിച്ചു. അമ്മച്ചിയാണെന്ന് ഞാൻ നോക്കത്തില്ല. ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ അല്ല, നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പം അവളുടെ കല്യാണം നടത്തിയിട്ടേ പറ്റൂ. 10-30 വയസ്സുള്ള ഒരുത്തൻ നിൽക്കുന്ന വീട്ടിൽ പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയെ നിർത്തുന്നത് അത്ര നല്ലതല്ല. നാട്ടുകാർ അതും ഇതുമൊക്കെ പറയാൻ തുടങ്ങും. ഇപ്പം തന്നെ പള്ളിയിൽ നിന്നും മറ്റുമായിട്ട് ഞാൻ ഓരോന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതേപോലെ ഇനി ഈ കുഴമ്പ് തേക്കാനും നിന്റെ തുണി കഴുകാനും ഒന്നും അവളെ വിളിച്ചേക്കരുത്. പ്രായമായ ഒരു പെണ്ണാ. നിനക്ക് നാണമില്ലേ ഷർട്ട് ഊരി അവളുടെ മുന്നിൽ കുഴമ്പ് തേക്കാനായിട്ട് ഇരിക്കാൻ? ദേഷ്യത്തോടെ അവരത് പറഞ്ഞതും അവൻ അന്തിച്ച് അമ്മച്ചിയെ തന്നെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ജോസഫ് അവിടേക്ക് വന്നു. അപ്പോൾ തന്നെയാണ് അയാളുടെ ഫോൺ ബെല്ലടിച്ചത്. ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അയാൾ ഫോണും എടുത്ത് മുന്നോട്ട് നടന്നു. അമ്മച്ചി ഇതെന്നാ വർത്തമാനമേ പറയുന്നത്? അവളെ കൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് നടന്ന കൊച്ചാ. ഞാൻ അവളെ എൻ്റെ പെങ്ങളെ പോലെ കണ്ടിട്ടുള്ളൂ. അവളുടെ മുൻപിൽ ഞാൻ ഷർട്ട് അഴിച്ചു എന്നും പറഞ്ഞ് എന്നാ സംഭവിക്കാനാ? എൻ്റെ ഡ്രസ്സ് അവളൊന്ന് കഴുകിയെന്നും പറഞ്ഞ് ഇവിടെ എന്നാ പറ്റാനാ? ഇത്രയും കാലം ഞാനുള്ള വീട്ടിൽ തന്നെയല്ലേ അവൾ താമസിച്ചത്. അന്നേരം പറ്റാത്തതൊന്നും ഇനി അവൾക്ക് പറ്റാൻ പോകുന്നില്ല. അവളെ എൻ്റെ പെങ്ങളാ. നിനക്കവള് പെങ്ങളായിരിക്കും, അവൾക്ക് നീ ആങ്ങളെയുമായിരിക്കും. പക്ഷെ കാണുന്നവർക്ക് അങ്ങനെയല്ല. വീടിനുള്ളിൽ തന്നെ വർത്തമാനം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അവളോട് പഠിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞതും അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി എന്ത് ചെയ്യണം എന്നറിയാതെ അമ്പരന്ന് നിന്നു പോയിരുന്നു ഡേവിഡ്. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.